ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. കഴിഞ്ഞ ജനുവരി 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തേത്. ഫസ്റ്റ് പാർട്ട് ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കണം. ജനറൽ പേപ്പറിൻ്റെയും ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ തന്നെയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സാമിന് മുന്നേ എല്ലാം കണ്ടു തീർത്ത് എല്ലാം നല്ലതുപോലെ പഠിച്ചു വയ്ക്കണം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി നെക്സ്റ്റ് വരുന്നത്. 7 എണ്ണം ഇതിന് തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് അസർഷൻ ദി സോവറിൻ ഇൻ തോമസ് ഹോബ്സ് ഈസ് ഔട്ട്സൈഡ് ദി കോൺട്രാക്ട് റീസൺ ദ സബ്ജക്ട്സ് എൻജോയ്സ് ലീഗൽ റൈറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു മാക്കവെല്ലി. മാക്കവെല്ലി വാസ് ഇൻഡിഫറൻറ്റ് ടു എത്തിക്സ്. മാക്കവെല്ലി ഡിമാൻഡഡ് എ double standard of morality and ethics. He advised that foreigners are to be welcomed in the state. Without military power, the state is incapable of achieving power. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മാക്കവെല്ലിയുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ മാക്കവെല്ലി വാസ് ഇൻഡിഫറൻറ്റ് ടു എത്തിക്സ്. ധാർമ്മികതയിൽ നിസ്സംഗനായിരുന്നു. മാക്കവെല്ലി ഡിമാൻഡഡ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. മൊറാലിറ്റി ആൻഡ് എത്തിക്സ് എന്നീ രണ്ട് ഇരട്ട വശങ്ങൾ മാക്കവെല്ലി ഡിമാൻഡ് ചെയ്തു. ഹി അഡ്വൈസ്ഡ് ദാറ്റ് ഫോറിനേഴ്സ് ആർ ടു ബി വെൽക്കംഡ് ഇൻ ദി സ്റ്റേറ്റ്. ഫോറിനേഴ്സിനെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അഡ്വൈസ് ചെയ്തു. വിത്തൗട്ട് മിലിറ്ററി പവർ ദ സ്റ്റേറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് അച്ചീവിങ് പവർ. മിലിറ്ററി പവർ ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് അതിൻ്റെ അധികാരം അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹി അഡ്വൈസ്ഡ് ദാറ്റ് ഫോറിനേഴ്സ് ആർ ടു ബി വെൽക്കംഡ് ഇൻ ദി സ്റ്റേറ്റ്. Among the following statements, which one is true with regard to general will concept of Rousseau? റൂസോയുടെ കൺസെപ്റ്റാണ് ജനറൽ വിൽ. അതിൽ ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻസ് എ ജനറൽ വിൽ ഈസ് ദ സം ടോട്ടൽ ഓഫ് റിയൽ വിൽസ്. ബി ജനറൽ വിൽ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആക്ച്വൽ വിൽസ്. സി ജനറൽ വിൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഇലക്ഷൻസ്. ഓപ്ഷൻ ഡി ജനറൽ വിൽ ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്താൻ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ജനറൽ വിൽ ഈസ് ദ സം ടോട്ടൽ ഓഫ് റിയൽ വിൽസ്. റൂസോയുടെ കൺസെപ്റ്റാണ് ജനറൽ വിൽ. പൊതു താൽപ്പര്യം, പൊതു ആവശ്യം എന്നൊക്കെ ഇതിൻ്റെ മീനിങ് ആണ്. ദ ജനറൽ വിൽ ഈസ് ദ വിൽ ഓഫ് ദി പീപ്പിൾ ആസ് എ ഹോൾ ഓർ ദ കോമൺ ഗുഡ്. It's a desire of a fully informed community of citizens to make laws and decisions that ensures the common good. Rousseau believed that the general will is distinct from the individual wills of people and groups, which are often contradictory. ജനറൽ വിൽ അഥവാ പൊതു താൽപ്പര്യം എന്നത് ജനങ്ങളുടെ മൊത്തത്തിലുള്ള താൽപ്പര്യമാണ്, അല്ലെങ്കിൽ പൊതു നന്മയാണ്. പൊതു നന്മ ഉറപ്പാക്കുന്ന നിയമങ്ങളും തീരുമാനങ്ങളും ഉണ്ടാക്കുക എന്നത് പൗരന്മാരുടെ പൂർണ്ണമായ അറിവുള്ള സമൂഹത്തിൻ്റെ താൽപ്പര്യമാണ്. ജനങ്ങൾ പൊതുവായി എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ വ്യക്തിഗതമായ തീരുമാനങ്ങളിൽ നിന്നും കൂടുതൽ ശക്തിയുള്ളത് ഗ്രൂപ്പായ തീരുമാനങ്ങളാണെന്ന് റൂസോ വിശ്വസിച്ചു. അവ പലപ്പോഴും പരസ്പര വിരുദ്ധവുമായിരിക്കും. Importance of general will. The general will is an important concept in modern republican thought. It reminds government leaders that they rely on the popular will for their authority and that acting against it can lead to discontent or rebellion. ആധുനിക റിപ്പബ്ലിക്കൻ ചിന്തയിലെ ഒരു പ്രധാന ആശയമാണ് ജനറൽ വിൽ. ഗവൺമെൻറ് നേതാക്കൾ അവർ തങ്ങളുടെ അധികാരത്തിനായി ജനകീയ ആവശ്യങ്ങൾ ആശ്രയിക്കുന്നുവെന്നും അതിനെതിരായി പ്രവർത്തിക്കുന്നത് അതൃപ്തിയിലേക്കോ കലാപത്തിലേക്കോ നയിക്കുമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു.
The general will is a political theory concept that refers to the collective will of a people that aims to achieve the common good or interest. ജനറൽ വിൽ എന്നത് ഒരു രാഷ്ട്രീയ സിദ്ധാന്ത സങ്കല്പമാണ്. അത് പൊതു നന്മയോ താൽപ്പര്യമോ നേടാൻ ലക്ഷ്യമിടുന്ന ഒരു ജനതയുടെ കൂട്ടായ ആവശ്യത്തെ സൂചിപ്പിക്കുന്നു. The concept of the general will was popularized by the 18th century Genevan philosopher Jean-Jacques Rousseau. Rousseau's understanding of the general will was that it was the will of the people as a whole, was the common good or interest of a collective, was intrinsically right, emerged from an attachment to one's political community, reflected the rational interest of the individual as well as that of the people as a whole. Rousseau believed that legitimate laws were founded on the general will of the citizens. He also believed that the general will was the important because it reminded government leaders that they are reliant on the popular will for their own authority. 18-ാം നൂറ്റാണ്ടിൽ ജനീവൻ തത്വചിന്തകനായ റൂസോ ആണ് ജനറൽ വിൽ എന്ന ആശയം പ്രചരിപ്പിച്ചത്. റൂസോയുടെ അഭിപ്രായത്തിൽ ജനറൽ വിൽ എന്നത് ജനങ്ങളുടെ പൊതുവായ ആവശ്യം, പൊതുനന്മ, പൊതുവായ താൽപ്പര്യം എന്നിവയിലെല്ലാം ഊന്നൽ നൽകുന്നതാണ്. നിയമാനുസൃതമായ കാര്യങ്ങൾ പൗരന്മാരുടെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നതെന്ന് റൂസോ വിശ്വസിച്ചു. പൊതുവായ താൽപ്പര്യമാണ് പ്രധാനമെന്നും അദ്ദേഹം വിശ്വസിച്ചു. കാരണം അത് സർക്കാർ നേതാക്കളെ അവരുടെ സ്വന്തം അധികാരത്തിനായും ജനകീയ ആവശ്യങ്ങൾ ആശ്രയിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. ജനറൽ വിൽ എന്ന കൺസെപ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ക്ലിയറായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. 11th ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദി റോങ്ലി മാച്ച്ഡ് പെയർ. ഓപ്ഷൻസ്: എ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40, ബി പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആർട്ടിക്കിൾ 48, സി പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർട്ടിക്കിൾ 43, ഡി സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി ആർട്ടിക്കിൾ 50. 11ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആർട്ടിക്കിൾ 48 അതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ബാക്കി 3 ആർട്ടിക്കിളും അതുമായി റിലേറ്റ് ചെയ്ത കാര്യവും പഠിച്ചു വെച്ചിരിക്കണം. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർട്ടിക്കിൾ 43, സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 48 ഡിസ്ക്രൈബ്സ് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. അതുപോലെ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് അത് ആർട്ടിക്കിൾ 47 ആണ്. അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിളുകളെല്ലാം തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 36 to 51 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP, വിച്ച് ആർ എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് ഗൈഡ് ദ സ്റ്റേറ്റ്സ് പോളിസി മേക്കിംഗ്. സംസ്ഥാനത്തിൻ്റെ നയരൂപീകരണത്തെ നയിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ അടങ്ങുന്നതാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിളുകളെല്ലാം തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ഇൻ ഫ്രഞ്ച് സിസ്റ്റം. ഓപ്ഷൻസ്: എ ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ ഓഫ് 1789, ഓപ്ഷൻ ബി ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1946, ഓപ്ഷൻ സി ദ ചാർട്ടർ ഫോർ ദി എൻവയോൺമെൻറ്റ് 2004, ഓപ്ഷൻ ഡി കൺവെൻഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രാൻസിലെ ഭരണഘടനാ ബ്ലോക്കിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൺവെൻഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും തമ്മിൽ ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ. അതുകൊണ്ട് അത് നന്നായി പഠിച്ചു വെക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ഇൻ ഫ്രാൻസ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോവിങ് കമ്പോണൻസ്. താഴെ പറയുന്ന 5 ഘടകങ്ങളാണ്
ഫ്രാൻസിലെ ഭരണഘടനാ ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്? ഫസ്റ്റ്, 1958 Constitution, the constitution that forms the basis of the constitutional bloc. Second, Declaration of the Rights of Man and of the Citizen of 1789, explicit standards that forms part of the constitutional bloc. Third, Preamble of the Constitution of the Fourth Republic or 1946 Constitution, explicit standards that forms part of the constitutional bloc. Fourth, Fundamental Principles of the Republic, implicit standards that form part of the constitutional bloc include indivisibility, secularism, democracy and equal opportunity. Fifth one, 2004 Charter of the Environment, added to the constitutional bloc by the Constitutional Council. ഇത്രയുമാണ് ഫ്രാൻസിലെ ഭരണഘടനാ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ. ഫസ്റ്റ്, 1958 Constitution, the constitution that forms the basis of the constitutional bloc. 1958 ഭരണഘടനാ ബ്ലോക്കിൻ്റെ അടിസ്ഥാനമായ ഭരണഘടനയാണ്. Declaration of the Rights of Man and of the Citizen of 1789, explicit standards that form part of the constitutional bloc. 1789 മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശങ്ങളുടെ പ്രഖ്യാപനം, ഭരണഘടനാ ബ്ലോക്കിൻ്റെ ഭാഗമായ വ്യക്തമായ മാനദണ്ഡങ്ങൾ. നെക്സ്റ്റ്, Preamble to the Constitution of the Fourth Republic of the 1946 Constitution, explicit standards that form part of the constitutional bloc. നാലാം റിപ്പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ 1946 ഭരണഘടനയുടെ ആമുഖം, ഭരണഘടനാ ബ്ലോക്കിൻ്റെ ഭാഗമായ വ്യക്തമായ മാനദണ്ഡങ്ങൾ. നെക്സ്റ്റ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, ഇംപ്ലിസിറ്റ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഫോം പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലോക്ക് ഇൻക്ലൂഡിംഗ് ഇൻഡിവിസിബിലിറ്റി, സെക്കുലാറിസം, ഡെമോക്രസി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവിഭാജ്യത, മതേതരത്വം, ജനാധിപത്യം, തുല്യ അവസരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ബ്ലോക്കിൻ്റെ ഭാഗമായ അവ്യക്തമായ മാനദണ്ഡങ്ങൾ. 2004 Charter of the Environment, added to the constitutional bloc by the Constitutional Council. 2004 പരിസ്ഥിതിയുടെ ചാർട്ടർ ഭരണഘടനാ കൗൺസിൽ ഭരണഘടനാ ബ്ലോക്കിലേക്ക് ചേർത്തു. The Constitutional Council is the body that determines the constitutionality of laws and decrees in France. The Council can strike before bills become law or demand withdrawal of orders after they are passed. ഫ്രാൻസിലെ നിയമനിർമ്മാണങ്ങളുടെ ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത നിർണ്ണയിക്കുന്ന സ്ഥാപനമാണ് ഭരണഘടനാ കൗൺസിൽ. ബില്ലുകൾ നിയമമാകുന്നതിന് മുമ്പ് കൗൺസിലിന് സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവ പാസാക്കിയതിനു ശേഷം ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ദി ഓഫീസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവർണർ. താഴെ തന്നിരിക്കുന്നവയിൽ ഗവർണറുമായി റിലേറ്റ് ചെയ്ത തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻസ്: എ, ഗവർണർ ഈസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓപ്ഷൻ ബി, ഗവർണർ ഹാസ് പവർ ടു അപ്പോയിൻറ്റ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓപ്ഷൻ സി, ഗവർണർ ഹാസ് പവർ ടു നോമിനേറ്റ് മെമ്പേഴ്സ് ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓപ്ഷൻ ഡി, ഗവർണർ ഹാസ് പവർ ടു അപ്പോയിൻറ്റ് ജഡ്ജസ് ഓഫ് സ്റ്റേറ്റ് ഹൈക്കോർട്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗവർണർ ഹാസ് പവർ ടു അപ്പോയിൻറ്റ് ജഡ്ജസ് ഓഫ് സ്റ്റേറ്റ് ഹൈക്കോർട്ട്. ഇതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ബൈ ദി വാറൻറ്റഡ് അണ്ടർ ഹിസ് ആൻഡ് സെയിൽ. ആർട്ടിക്കിൾ 155. എ പേഴ്സൺ ടു ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ ഷുഡ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ഏജ് ഓഫ് 35 years. ആർട്ടിക്കിൾ 157. ആർട്ടിക്കിൾ 155 പ്രകാരം ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഗവർണറെ നിയമിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 157 പ്രകാരം ഗവർണറാകാൻ വേണ്ടി ഒരു വ്യക്തിക്ക് 35 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ ഇന്ത്യൻ പൗരനായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കൺസെപ്റ്റ് ഓഫ് ഗവേണിംഗ് ആൻഡ് നോൺ ഗവേണിംഗ് എലൈറ്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ്: എ, വിൽഫ്രെഡോ പരേറ്റോ. ബി, ഹരോൾഡ് ലാസ്വെൽ. സി, റൈറ്റ് മിൽസ്. ഡി, റോബർട്ട് മിച്ചൽസ്.
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വിൽഫ്രെഡോ പരേറ്റ. ദി കൺസെപ്റ്റ് ഓഫ് ഗവേണിംഗ് ആൻഡ് നോൺ ഗവേണിംഗ് എലൈറ്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിൽഫ്രെഡോ പരേറ്റോ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. സെറ്റ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.